സാമർഥ്യങ്ങൾ ഉണ്ടെങ്കിലും പറ്റുള്ളൂ. അതെ. അല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാനിത് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ വണ്ടി. അപ്പോൾ വിചാരിച്ചു എന്നാ പിന്നെ സബ്ജക്ട് ഏതാ ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ സ്കൂളിൽ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നല്ല മാർക്ക് കിട്ടും ഇംഗ്ലീഷിന്. ഇനി 8ാം ക്ലാസ്സിലോട്ട് പോകണോ? അല്ല 9ല്. ഇപ്പൊ 8ല്. സ്കൂൾ തുടങ്ങിയോ? ഓ. നമ്മുടെ അവിടെ സ്കൂളുകൾക്ക് അവധിയാക്കും. അവിടുത്തെ സ്കൂളുകൾക്ക് ഇവിടെ ഏപ്രിൽ മെയ് മാത്രമേ വെക്കേഷൻ. ജൂൺ മുതൽ തുറക്കും. ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിച്ചോണം. ഭാവിയിൽ നിങ്ങളൊക്കെ പുറത്തുപോയി വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. എന്താവാനാണ് ആഗ്രഹം? അത് അമ്മ പറയണ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. എനിക്ക് ക്രിക്കറ്ററൊക്കെ ആവെന്ന് പറഞ്ഞാൽ ആകെ ഒരു 11 പേരുണ്ട് ഒരു ടീമിൽ. കുഴപ്പമില്ല. അത് ക്രിക്കറ്റർ ആവണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനായിട്ട് വർക്ക് ചെയ്യണം, അതിനായിട്ട് കഷ്ടപ്പെടണം. അല്ലാണ്ട് ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ല. നീ മാത്രം വിചാരിച്ചാൽ മതി. നിനക്ക് കൺവിൻസ് ചെയ്യാമെങ്കിൽ, നിനക്ക് അച്ഛനമ്മേനെയും കൺവിൻസ് ചെയ്യാമെങ്കിലേ. അച്ഛൻ സമ്മതിക്കൂല. അച്ഛൻ എന്താവാനാണ്? എഞ്ചിനീയറാണ്. അത് അതായിക്കോളാം. ഞാനും അതല്ലേ പറഞ്ഞു, നേരത്തെ ഇയാളോട് സംസാരിക്കുകയായിരുന്നല്ലോ. ഞാനും എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു. എന്നിട്ട് അച്ഛനമ്മയ്ക്കും എന്നെ എഞ്ചിനീയർ ആക്കിയാൽ മതി എന്നാണ്. അത് കഴിഞ്ഞ് ആർട്ട് എടുത്തു, നന്നായി. അപ്പം നീ ക്രിക്കറ്റ് കളിച്ച് നന്നാവാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നാവും. പക്ഷെ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഇല്ലാണ്ട് ക്രിക്കറ്റുകാരും എടുക്കത്തില്ല. എന്താവണമെങ്കിലും ഒരു ഡിഗ്രിയോ നല്ലൊരു ഡിഗ്രി ഇല്ലാണ്ടേ ഒരു ആളും നോക്കത്തില്ല. സച്ചിൻ നിങ്ങൾക്ക് 20 കൊല്ലം മുമ്പ് വന്നതാ. അപ്പോൾ പുള്ളിക്ക് 10ാം ക്ലാസ് മതി, 10ാം ക്ലാസ്സും കുസ്തിയും മതി. പക്ഷെ ഇനിയുള്ള തലമുറയ്ക്ക് അങ്ങനെയല്ലേ? ഇവിടെ മകൻ ആർട്ടിസ്റ്റാണ്. എവിടെയാണ്? ചേട്ടായി വരില്ലേ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് കാണാം നമുക്കിത്? വരണം. ശരി. ആ പണിയില്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കലാപരിപാടികളാണ്. അത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഇതാണ്.